നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ അന്ധമായി വിശ്വസിച്ചാൽ ആ ഒരു സ്നേഹം എത്രത്തോളം യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അതിലെത്ര ശതമാനം ആത്മാർത്ഥതയുണ്ട് എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒന്ന് രണ്ട് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം. കാരണം നമ്മളത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തി കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്ന് അകന്നു നിൽക്കുമ്പോഴാണ് നമ്മൾ ആ വ്യക്തിയെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റൽ മറ്റുള്ളവരെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നൊമ്പരപ്പെടാനുള്ള ഒരു മനസ്സാണ്, അതാണ് സ്നേഹം. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഒരാൾക്ക് നമ്മളോട് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് സ്നേഹമാണ് എന്നൊക്കെ. പക്ഷേ നമ്മളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മളുടെ ഉയർച്ചയോ വളർച്ചയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു നന്മയോ ആ ഒരു വ്യക്തിക്ക് അതിലൊരു സന്തോഷം കണ്ടെത്താനായിട്ട് ഒരിക്കലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതുമല്ലെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു പൊസിഷനിലെത്തുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സ് യാതൊരു തരത്തിൽ സന്തോഷിക്കുന്നില്ല എങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമ്മളോട് ഒരു കുഞ്ഞു ശതമാനം പോലും സ്നേഹമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ, വളർച്ചയിൽ, നന്മയിൽ സന്തോഷിക്കാനുള്ളതാണ് യഥാർത്ഥ സ്നേഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ രണ്ട് മുഖങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാം. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന എല്ലാവർക്കും ചെയ്യാൻ ഇന്നു മുതൽ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും സ്നേഹം എന്നുള്ളത് സത്യസന്ധവും അർത്ഥപൂർണവുമാകണമെങ്കിൽ മറ്റുള്ളവരുടെ നന്മയിലും അവരുടെ ഉയർച്ചയിലും വളർച്ചയിലും സന്തോഷിക്കുന്ന നല്ല മനസ്സുള്ള വ്യക്തികളാകണം. അതുകൊണ്ട് എല്ലാവർക്കും നിഷ്കളങ്കമായ സ്നേഹം നേർന്നുകൊണ്ട് നന്ദി.